1945 ഓഗസ്റ്റ് 6 രാവിലെ കൃത്യം 8:15 ജപ്പാനിലെ ഹിരോഷിമ നഗരം അന്നുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും ശാന്തമായ ഒരു രാവിലേക്കാണ് കണ്ണു തുറന്നത്. പക്ഷേ അടുത്ത ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അവിടെ സംഭവിച്ചത് ലോക ചരിത്രം അതുവരെ കാണാത്ത ഒരു അഗ്നിപർവ്വത സ്ഫോടനമായിരുന്നു. അങ്ങനെ മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഒരു അധ്യായത്തിന് കളമൊരുങ്ങി. ലിറ്റിൽ ബോയ് എന്നാണ് ബോംബ് ഹിരോഷിമയുടെ മണ്ണിൽ തൊട്ട ആ നിമിഷം 4000 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ആ നഗരത്തെ വിഴുങ്ങിയത്. അതായത് ഇരുമ്പ് പോലും നിമിഷ നേരം കൊണ്ട് ദ്രവിച്ചു പോകുന്ന ചൂട്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം മനുഷ്യർ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ചാരമായി മാറി. ദുരന്തം അവിടെ കൊണ്ടും തീർന്നില്ല. ബോംബ് വീണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഹിബാകുഷ എന്ന് വിളിക്കപ്പെടുന്ന അതിജീവ മനുഷ്യരിലൂടെയും അവരുടെ തലമുറകളിലൂടെയും റേഡിയേഷന്റെ ദുരന്തങ്ങൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. ആ കണ്ണീരിൽ നിന്നാണ് സഡാക്കോ സസാക്കി എന്ന കൊച്ചു പെൺകുട്ടിയുടെ കഥ പിറക്കുന്നത്. ബോംബ് വീഴുമ്പോൾ സഡാക്കോയ്ക്ക് വയസ്സ് 2 മാത്രം. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും റേഡിയേഷൻ അവളുടെ ശരീരത്തെ നിശബ്ദമായി കാർന്നു തിന്നുന്നുണ്ടായിരുന്നു. 10-ാം വയസ്സിൽ അവൾക്ക് ലുക്കീമിയ അതായത് രക്താർബുദം സ്ഥിരീകരിച്ചു. അന്ന് ആളുകൾ അതിനെ അണുബോംബ് രോഗം എന്ന് വിളിച്ചു. ആശുപത്രി കിടക്കയിൽ വെച്ചാണ് 1000 പേപ്പർ കൊക്കുകളെ ഉണ്ടാക്കിയാൽ രോഗം ഭേദമാകുമെന്ന ജപ്പാനീസ് വിശ്വാസത്തെക്കുറിച്ച് അവൾ അറിയുന്നത്. ജീവിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ മരുന്നിന്റെ കവറുകളും കിട്ടുന്ന കടലാസുകളും ഉപയോഗിച്ചവൾ കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. തനിക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും രോഗമില്ലാത്ത, യുദ്ധമില്ലാത്ത ഒരു നല്ല നാളെ ഉണ്ടാകാൻ അവൾ പ്രാർത്ഥിച്ചു. പക്ഷെ 1000 കൊക്കുകൾ തികയ്ക്കുന്നതിന് മുമ്പ് തന്റെ 12-ാമത്തെ വയസ്സിൽ സഡാക്കോ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഫിനിക്സ് പക്ഷിയെ പോലെ ജപ്പാൻ തിരികെ വന്നു. സഡാക്കോ സസാക്കി എന്ന കൊച്ചു പെൺകുട്ടി ഉണ്ടാക്കിയ ആ കടലാസ് കൊക്കുകൾ ഇന്ന് ലോകമെമ്പാടും നിരായുധീകരണത്തിന്റെയും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും വലിയൊരു ചിഹ്നമായി നിലകൊള്ളുന്നു. ഇന്ന് 3-ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും അണു ആയുധങ്ങളെക്കുറിച്ചും ലോകശക്തികൾ വീണ്ടും വീമ്പ് പറയുമ്പോൾ ഹിരോഷിമ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ആയുധ മത്സരങ്ങളിൽ ആരും ജയിക്കുന്നില്ല, മനുഷ്യത്വം മാത്രമാണ് തോറ്റുപോകുന്നത്. ഇനിയൊരു ഹിരോഷിമ ആവർത്തിക്കാതിരിക്കട്ടെ. സമാധാനത്തിന്റെ നാളുകൾക്കായി നമുക്ക് കൈകോർക്കാം. ഓർമ്മകൾ മരിക്കാതിരിക്കട്ടെ.